പൊട്ടിയാൽ ഞാനും സിദ്ദീഖ് അലിയും തമ്മിലൊരു മത്സരം നടക്കാന്ന് വിചാരിച്ചോ? നടക്കൂല, ഒരു സാധ്യതയുമില്ല. നടക്കാന്ന് വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചാൽ എന്റെ ഗ്ലാസ്സാ പൊട്ടിയതെങ്കിൽ ഞാൻ തോക്കുന്നാണോ മനസ്സിലാക്കേണ്ടത്, അല്ല സിദ്ദീഖ് അലി തോക്കുന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ തോക്കുന്നല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങൾക്ക് വലിയ തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഗ്ലാസ് പൊട്ടിയത് ഒരു അലാമത്ത് തന്നെയാണ്. പക്ഷെ ആ അലാമത്ത് ET മുഹമ്മദ് ബഷീർ തോക്കുന്നുള്ളതായിരുന്നില്ല, വൈലത്തൂർ തങ്ങൾ തോൽക്കും എന്നതായിരുന്നു. അത് മനസ്സിലാക്കാൻ വൈലത്തൂർ തങ്ങൾക്ക് കഴിയാതെ പോയി എന്ന് ഞാൻ വൈലത്തൂർ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്കൂട്ടര് നമ്മളെ വെല്ലുവിളിക്കുകയും തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത കഥ എത്രയോ നമ്മുടെ മുമ്പിലുണ്ട്, എത്രയോ മുമ്പിലുണ്ട്. ഞാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റിയോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി APക്കാരുമായിട്ടുള്ള പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന്റെ വ്യക്തമായ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകണം. ഏതാണ്ട് ലീഗ് ആ തീരുമാനം എടുത്തു എന്നുള്ളതാണ് മജീദ് സാഹിബിന്റെ ലേഖനം. സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന ആദ്യത്തെ കമ്മിറ്റിക്ക് ശേഷം KPA മജീദ് സാഹിബ് എഴുതിയ ലേഖനം വ്യക്തമാക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കള്ളനാണയത്തെ തുറന്നു കാട്ടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കള്ളനാണയമല്ലാതെ മറ്റെന്താണ്? ഒരു തെരഞ്ഞെടുപ്പിൽ ശംസുദ്ദീനെ തോൽപ്പിക്കാൻ എന്തൊക്കെ? ഉംറയ്ക്ക് യാത്രക്കാര് പോകുന്ന ബസ്സിൽ വെച്ച് മുസ്ലിയാരുടെ പ്രാർത്ഥന, ഹോജരാജാവായ തമ്പുരാനെ ഞങ്ങളുടെ ശൈഖുന ശംസുദ്ദീനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് ശംസുദ്ദീനെ നീ തോൽപ്പിക്കണം റബ്ബേ. ശംസുദ്ദീൻ എങ്ങാൻ തോറ്റില്ലെങ്കിൽ ഞങ്ങളുടെ മുഖം കെട്ടുപോകും റബ്ബേ. ഞങ്ങളുടെ ഉസ്താദിന്റെ മുഖം നീ കെടുത്തല്ല റബ്ബേ, ഞങ്ങളുടെ മുഖം നീ കെടുത്തല്ല റബ്ബേ. ഇല്ലേ, നിങ്ങളൊക്കെ കേട്ടതല്ലേ വാട്സപ്പില്? 2 ലക്ഷം സ്വലാത്തും പിന്നെ ദിക്റും പിന്നെ ദുആവും. എന്തൊരവസ്ഥ! നേരത്തെ ശംസുദ്ദീൻ പറഞ്ഞത്, ഇപ്പൊ റദ്ദുച്ച പറഞ്ഞത് വളരെ പ്രധാനമായിട്ടൊരു സംഗതി എന്താണെന്നറിയോ? അള്ളാഹുവിനോടൊരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ ആ വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് ആ ഒരു ഉറച്ച ബോധ്യമുണ്ട്. ഇപ്പോഴും നായന്മാർമൂല പള്ളിയുടെ മുമ്പിലൂടെ നമ്മൾ പോകുമ്പോ ചിലപ്പോ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോഴും നമ്മൾ മാടിക്കുത്ത് എന്നല്ല പറയാല്ല, മടത്തിക്കുത്തുന്നു, മാടിക്കുത്ത് അഴിച്ചില്ലാന്ന് വരും. ഒരുപക്ഷെ നമ്മൾ ഔദിന്റെ കരയെന്ന് വിഷയം പറഞ്ഞൊന്നും വരും, ഒന്നും പാടില്ലാത്തതാണ്. പള്ളിന്റെ ഉള്ളിലേക്കൊക്കെ പള്ളിന്റെ പറമ്പിലേക്കൊക്കെ കയറുമ്പോ ഒന്ന് മാടിക്കെട്ടുക തന്നെ ഇസ്ലാമിൽ പാടില്ല. കാരണം മുട്ടിനും പൊക്കലിനും ഇടയിലുള്ള ശരീരഭാഗം ഒരന്യൻ കാണാൻ പാടില്ല. അത് പുരുഷനായാലും ശരി, അത് സ്ത്രീ ആയാലും ശരി, അത് ഔറത്താണ്. അത് പുറത്ത് കാണത്തക്ക രൂപത്തിൽ മാടിക്കെട്ടുക എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് പാടില്ലാത്തതാണ്. എന്തോ ആവട്ടെ, ഇനി അങ്ങനെ മാടിക്കെട്ടിയിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറുക, പള്ളിന്റെ വളപ്പിലേക്ക് കയറുക, ഒതുവെടുക്കുന്നിടത്ത് വർത്താനം പറയുക, ഇതൊന്നും പാടില്ലാത്ത സംഗതിയാണ്. പക്ഷെ നമ്മൾ അത്യാവശ്യം അതൊക്കെ ചെയ്തേക്കും. പക്ഷേ ഒരമുസ്ലിം ആ പള്ളിയുടെ മുമ്പിലേക്ക് പോകുമ്പോ മെല്ലെ ഇങ്ങനെ തൊട്ടിട്ട് നെഞ്ഞിന് വെക്കും. അതാണ് അവർക്ക് നമ്മളെ വിശ്വാസത്തോടുള്ള, നമ്മുടെ ഈ ആത്മീയതയോടുള്ള അവരുടെ പ്രതിബദ്ധത. അവർക്ക് എന്താ മനസ്സിലാക്കുക? ഇപ്പൊ ശംസുദ്ദീനോട് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, MLA വല്ല കുഴപ്പം പറ്റി പോവോ എന്നവർ ചോദിച്ചത്. ഇവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് ആ സഹോദരന്മാർ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. ഇവര് ആഖിറത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്നവരല്ല, ദുനിയാവിന്റെ കൊട്ടാരങ്ങൾക്ക് വേണ്ടി മതത്തെ വിൽക്കുന്നവരാണ് എന്ന് ഈ സമുദായം തിരിച്ചറിയണം. ഈ സമുദായം അത് തുറന്നു കാട്ടണം. ഇനിയും അമാന്തിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇത് തുറന്നു കാട്ടേണ്ട സമയമാണിത്. ഇത് തുറന്നു പറയേണ്ട സമയമാണിത്. ഈ രാജ്യത്ത് സൂഫി സമ്മേളനം എന്ന പേരിൽ നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് ആ സമ്മേളനത്തിൽ നരേന്ദ്രമോദി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ വഞ്ചകനല്ലാതെ ഇസ്ലാമിൽ വിശ്വാസമുള്ള ആർക്കെങ്കിലും ഈ ലോകത്ത് സാധിക്കുമോ? ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. സാഖിർ നായിക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മെമ്പറല്ല. സാഖിർ നായിക്ക് അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന ആദർശം എല്ലാ അർത്ഥത്തിലും ഏതെങ്കിലും ഒരു മതസംഘടനയുടെ അതിർവരമ്പുകൾക്കകത്തു നിൽക്കുന്നതാണ് എന്ന വിശ്വാസം എനിക്കില്ല. ഞാൻ സമസ്തയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ സാഖിർ നായിക്കിന്റെ വിശ്വാസം പൂർണ്ണമായി സമസ്തക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് എന്ന ധാരണ എനിക്കില്ല. എന്നാൽ അയാൾ ഇസ്ലാഹിയാണോ? അതുമല്ല. ഇസ്ലാഹിയുടെ ഒരുപാട് വാദങ്ങളെ അദ്ദേഹം ഗണ്ണിക്കുന്നുണ്ട്. മുജാഹിദുകൾ, സലഫികൾ ഈ ലോകത്ത് നടത്തുന്ന ഒരുപാട് വാദങ്ങളെ അദ്ദേഹം ഗണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ലോകത്തെ എല്ലാ മതങ്ങളെയും കൃത്യമായി പഠിക്കുകയും ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകദൈവ സിദ്ധാന്തം എന്ന് പറയുന്ന വഹ്ദാനിയത്തിനെ ലോകത്തിന്റെ മുമ്പിൽ
ലോകത്തിനാകെ പഠിപ്പിച്ചു കൊടുക്കുകയും അത് ലോകത്തെ മറ്റുള്ള മനുഷ്യരെ കൊണ്ട് പോലും അംഗീകരിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു പണ്ഡിതനാണ് സക്കീർ നായിക്. അദ്ദേഹം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗവും നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇപ്പൊ മഹാരാഷ്ട്ര ഇന്റലിജൻസ്, മഹാരാഷ്ട്ര ക്രൈം ബ്രാഞ്ച്, മഹാരാഷ്ട്ര സ്പെഷ്യൽ ബ്രാഞ്ച്, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ, അവരൊക്കെ ഈ സക്കീർ നായിക്കിന്റെ ഒരുപാട് സിഡികൾ പരിശോധിച്ചിട്ട് അവർക്കും ഇതുവരെ അദ്ദേഹം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നൊരു വാക്ക്, ഒരു തെളിവ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തോ ആവട്ടെ, അയാൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഇന്ത്യ രാജ്യം സൃഷ്ടിക്കുന്നതിനോട് നമുക്കാർക്കും എതിർപ്പില്ല. പക്ഷേ